യാത്ര തുടങ്ങിയ സാന്റിയാഗോ തന്റെ സുഹൃത്തിനെ കാണാനുള്ള ആഹ്ലാദത്തിലായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ നേരിയ ആശങ്കയും തോന്നിയിരുന്നു. ഇനി 4 ദിവസത്തെ യാത്രയേ ഉള്ളൂ അവളുടെ അടുത്തെത്താൻ. അവരുടെ അവസാന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞിരുന്നു. അവൾ തന്നെ മറന്നിട്ടുണ്ടാകുമോ എന്നവൻ ചിന്തിച്ചു. ഇതിനകം ഒരുപാട് യാത്രക്കാർ ആ വഴി കടന്നു പോയിരിക്കും. അവരൊക്കെ അവളുമായി സൗഹൃദം ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്നൊക്കെ അവന് തോന്നി. ഇതെല്ലാം തന്റെ തോന്നൽ മാത്രമാണെന്ന് പിറുപിറുത്തുകൊണ്ട് ആട്ടിൻപറ്റത്തെ സൂര്യനെ നേർക്ക് തെളിച്ച് അവൻ നടന്നു. ഏറെ ദൂരം പിന്നിട്ടപ്പോൾ ആ വഴിയിൽ അല്പനേരം വിശ്രമിക്കാമെന്നവൻ കരുതി. അവിടെ ഇരുന്ന് അവൻ വീണ്ടും ചിന്തയിൽ മുഴുകി. അവൻ ആൻഡലൂസിയയിൽ ചുറ്റിത്തിരിയാൻ തുടങ്ങിയിട്ട് 2 വർഷത്തിലേറെയായി. അതുകൊണ്ട് ആ നഗരത്തിന്റെ ഓരോ മുക്കും മൂലയും അവന് കാണാപ്പാടമായിരുന്നു. ഈ ആടുകളുടെ ജീവിതം എന്ത് സുഖമാണ്! വയറു നിറയെ പുല്ലും വെള്ളവും വേണമെന്നല്ലാതെ മറ്റൊന്നും അവയ്ക്ക് ചിന്തിക്കണ്ടല്ലോ. ആഹാരത്തിനും വെള്ളത്തിനും മുടക്കം വരാത്തതുകൊണ്ട് അവർ അവനെ കണ്ണുമടച്ച് വിശ്വസിക്കുന്നുമുണ്ട്. ഇവയെ ഓരോന്നിനെയായി കൊന്നു കളഞ്ഞാലും അത് താനാണ് ചെയ്തതെന്ന് അവർ അറിയുകയുമില്ല. താൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചത് എന്ന് അവൻ ആശ്ചര്യം തോന്നി. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അങ്ങകലെയായി ആ തകർന്ന പള്ളിയുടെ നിഴൽ കാണാമായിരുന്നു. അതൊരു സാധാരണ പള്ളിയല്ല എന്ന് അവന് തോന്നി. അവിടെ നിഗൂഢമായ എന്തൊക്കെയോ ഉണ്ട്. ഇനി എന്തെങ്കിലും പ്രേതബാധയുള്ള സ്ഥലമാണോ അതെന്നവൻ സംശയിച്ചു. സംശയങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ആയപ്പോൾ അവൻ കയ്യിലുണ്ടായിരുന്ന വീഞ്ഞുകുപ്പിയിൽ നിന്നും 2 കവിൾ കുടിച്ചു. ക്ഷീണമകന്നപ്പോൾ യാത്ര തുടങ്ങിയ അവൻ പിന്നെയും ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങി. ഈ നിമിഷം വരെയുള്ള അവന്റെ ജീവിതത്തിൽ അച്ഛനമ്മമാരുടെ സ്വാധീനം വളരെ വലുതായിരുന്നു എന്നവൻ അറിയാമായിരുന്നു. അവർ രാപ്പകലില്ലാതെ അധ്വാനിച്ചിരുന്നു. അവനെ ഒരു പുരോഹിതനാക്കണമെന്നാഗ്രഹിച്ച് സെമിനാരിയിൽ ചേർത്തതും അവരാണ്. എന്നാൽ 16-ാം വയസ്സിൽ അവൻ വീട്ടിൽ തിരികെ എത്തി. തനിക്കൊരു പുരോഹിതനാകണ്ട എന്നും ഒരുപാട് യാത്രകൾ ചെയ്യണമെന്നും ലോകം കാണണമെന്നും അച്ഛനെ അറിയിച്ചു. അങ്ങനെ യാത്ര ചെയ്യാൻ ഒരുപാട് പണം വേണമെന്നും പണമില്ലാതെ യാത്രകൾ നടത്തുന്നവർ ആടുമേയ്ക്കുന്നവർ മാത്രമാണെന്നും അച്ഛൻ അവനോട് പറഞ്ഞു. എങ്കിൽ തനിക്കും ഒരു ആട്ടിടയനായാൽ മതിയെന്ന് സംശയമൊന്നും കൂടാതെ സാന്റിയാഗോ പറഞ്ഞു. അവന്റെ തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയ അച്ഛൻ പിന്നെ മറുത്തൊന്നും പറഞ്ഞില്ല. പകരം തന്റെ പക്കലുണ്ടായിരുന്ന 3 സ്വർണ്ണ നാണയങ്ങൾ ആടുകളെ വാങ്ങാനായി അവനു നൽകി. അവൻ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ സ്വന്തം സ്വപ്നങ്ങളെ ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ കുഴിച്ചു മൂടേണ്ടി വന്ന ഒരു മനുഷ്യനെയാണ് തന്റെ അച്ഛനിൽ കണ്ടത്. അച്ഛനെ കുറിച്ചോർത്തപ്പോൾ അവന് സന്തോഷം തോന്നി. അവൻ സൂര്യനെ നോക്കി ദിശയും സമയവും മനസ്സിലാക്കി. ഉച്ചയോടെ താരിഫ എന്ന നഗരത്തിലെത്തും. പിന്തുടരാൻ ഒരു സ്വപ്നമുണ്ടെങ്കിലേ ജീവിതത്തിന് അർത്ഥമുള്ളൂ എന്നവന് തോന്നി. അപ്പോഴാണ് അവൻ ഈയിടെയായി കാണാറുള്ള സ്വപ്നത്തെക്കുറിച്ച് ചിന്തിച്ചത്. സ്വപ്നങ്ങളുടെ അർത്ഥം പറയുന്ന ഒരു സ്ത്രീ താരിഫയിലുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. അവരെ കാണണമെന്നവൻ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ ഏറെ നേരത്തെ യാത്രയ്ക്കു ശേഷം അവൻ താരിഫ നഗരത്തിൽ എത്തി.